ക്ലിഫ്സ് ഓഫ് മോഹർ പോകാമെന്ന് പറഞ്ഞിട്ട് 2 വ്ളോഗായി, പക്ഷേ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഇന്ന് പോവുകയാണ് ഗൈസ്. അപ്പോൾ ക്ലിഫ്സ് ഓഫ് മോഹറിൻ്റെ നല്ല അടിപൊളി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 6:45 വെളുപ്പിന് വേണ്ട, നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളൂ. ക്ലൗഡിയും അതുപോലെ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട്. നമ്മളതിനെ ക്ലിഫ്സ് ഓഫ് മോഹർ എത്തി ഗൈസ്. നമ്മൾ വണ്ടിയോടെ പാർക്ക് ചെയ്തു, അവർ അങ്ങോട്ടേക്ക് നടന്നു തുടങ്ങി. ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് ക്ലിഫ്സ് ഓഫ് മോഹർ. അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിഫ് നന്നായിട്ട് കാണാൻ പറ്റുമായിരിക്കും. ഇതിൻ്റെ വിസിറ്റർ സെൻറ്റർ ശരിക്കും തുറക്കുന്നത് 8 മണിക്കാണ്. പക്ഷെ നമ്മളിപ്പോൾ വന്നത് 7 മണി കഴിഞ്ഞപ്പോഴാണ്. കാരണം നമുക്കിന്ന് തിരിച്ച് ഡബ്ലിനിൽ പോയിട്ട് ഷിപ്പ് എടുത്ത് UK പോകാനുണ്ട്. അപ്പോൾ അധികം സമയമില്ലല്ലോ. ഇവിടെ നിന്ന് ഒരു 4.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടാവും ഡബ്ലിനിലോട്ട്. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ വന്നത് കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ വന്നത്. അപ്പോൾ ഇവിടെ കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. കാരണം 8 മണിക്കാണല്ലോ വിസിറ്റർ സെൻറ്റർ ഓപ്പൺ ചെയ്യണേ. ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്ലിഫ്സ് ഓഫ് മോഹർ. ക്ലിഫ്സ് ഓഫ് മോഹർ എന്ന് പറയുന്നത് എന്താ പറയുക, വൈൽഡ് അറ്റ്ലാന്റിക് വേയുടെ അടുത്ത് വരുന്നൊരു സ്ഥലമാണ്. നമ്മൾ ഇന്നലെ വൈൽഡ് അറ്റ്ലാന്റിക് വേ കൂടിയാണ് നമ്മൾ ഇന്നലെ താമസിക്കുന്ന B&Bയിലേക്ക് വന്നത്. വൈൽഡ് അറ്റ്ലാന്റിക് വേ കൂടി വന്നു എന്ന് മാത്രമല്ല, അവിടെയാണ് വൈൽഡ് അറ്റ്ലാന്റിക്കിൽ നമ്മൾ പോവുകയും ചെയ്തു. അതൊരു 1.5 പോക്കായിരുന്നു. അതേവിടെ ക്ലിഫ്സ് ഓഫ് മോഹറിൻ്റെ ഒരു ഇതിൽ കൊത്തി വെച്ചിരിക്കുന്നൊരു സംഭവം കാണാം, ക്ലിഫ്സ് ഓഫ് മോഹർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വൈൽഡ് അറ്റ്ലാന്റിക്കിൽ പോയത് ഒരു 1.5 പോക്കായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കയറി കാണാം. ഇത് ശരിക്കും 3 വീഡിയോ ആയിട്ടാണ് ചെയ്തേക്കണേ. ഫസ്റ്റ് നമ്മൾ ഡൂളിൻ ഫെറി പിടിക്കാൻ വേണ്ടി വന്നൊരു വീഡിയോയും, അത് കഴിഞ്ഞ് ഡൂളിൻ ഫെറി, ആരൻ ഐലൻഡും, അതുപോലെ ഇത് ക്ലിഫ്സ് ഓഫ് മോഹറിൻ്റെ. അപ്പോൾ ആ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, അതൊക്കെ കയറി കാണാം. അതുപോലെ ഇനി അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്, നമ്മൾ ഷിപ്പിൽ UK പോകുന്നതും അതും ഇതൊക്കെ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി ക്ലിഫ്സ് ഓഫ് മോഹറിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു നോക്കാം. അവർ ഓൾറെഡി ഫ്രണ്ടിൽ പോയി. നമ്മളിങ്ങനെ നടക്കുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ തീരെ തിരക്കില്ല. ശരിക്കും 8 മണി തൊട്ടെങ്കിൽ ഇവിടെ അലൗഡ് ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് തുടങ്ങിയാൽ നമുക്ക് ക്ലിഫ് ഇങ്ങനെ കാണാം. എന്താ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോൾ തന്നെ അതേ ഇവിടെ അടിപൊളിയായിട്ട് ക്ലിഫ് കാണാം. കാറ്റുണ്ട് ചെറിയ രീതിയിൽ, പിന്നെ സീ സൈഡാണല്ലോ, കാറ്റില്ലാതിരിക്കില്ലല്ലോ. ഇവിടെ വാർണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രോൺ സോൺ അല്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഡ്രോണൊന്നും പറപ്പിക്കാൻ പാടില്ല ഗൈസ്. ഇതാണ് ക്ലിഫ്സ് ഓഫ് മോഹർ. ഇത്രയും 700 ഫീറ്റ് ഹൈറ്റിലാണ് ഇതുള്ളത്. കണ്ട, സീ ലെവലിൽ നിന്ന് ഇത്രയും ഹൈറ്റ് ഉണ്ട്. നമ്മുടെ 1 കിലോമീറ്ററിൽ നിന്ന് ഏകദേശം 300 മീറ്റർ മാത്രം കുറവുള്ളൂ. അത്രയും ഹൈറ്റിലാണ് ഇതിരിക്കുന്നത്. ഇത് കണ്ടോ, കടലിൽ അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരയടിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാം. കാറ്റോടാണ് ഞാൻ പറയുന്നില്ല, കേൾക്കണ്ടോന്ന് അറിയില്ല. ഇതിപ്പോൾ എന്താ പറയുക, സൺറൈസ് കാണുമായിരുന്നു ക്ലൗഡ്സ് ഇല്ലെങ്കിൽ. പക്ഷേ ക്ലൗഡ്സ് ആണല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും നല്ല കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിഫ്സ് ഓഫ് മോഹറിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പോയ ആരൻ ഐലൻഡും അതുപോലെ ഗോൾവേ ബേയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇന്ന് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല, കാരണം ക്ലൗഡ്സ് ഉണ്ടല്ലോ ഓൾറെഡി. പിന്നെ രാവിലെ ആയതുകൊണ്ട് ഫോഗും ഉണ്ട്. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറിപ്പോയി ഇതിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും നല്ലൊരു വ്യൂ കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മുകളിൽ പോയി നോക്കാമെന്ന് വെച്ചു. ഇപ്പോൾ തീരെ തിരക്കില്ല, കാരണം ഇത് കണ്ട പാർക്കിങ്ങിലൊന്നും ഒട്ടും വണ്ടികളില്ല. നിസ്സാര വണ്ടികളും കുറച്ച് ആൾക്കാർ അങ്ങോട്ട് കയറി പോകണമെന്ന് മാത്രം കണ്ടുള്ളൂ. തിരമാല നല്ല വൈറ്റ് കളറിലടിക്കണ കാണാം. അറ്റ്ലാന്റിക് ഓഷനാണ്. നമ്മളിന്നലെ വൈൽഡ് അറ്റ്ലാന്റിക്കിൽ പോയതാണ്. കടലിൻ്റെ സ്വഭാവം ഇന്നലെ ശരിക്കും മനസ്സിലായി. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇതിന് മുന്നേ ഇട്ട വീഡിയോ അതിൻ്റെയാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇവിടെ ഒരു ആ വ്യൂ കാണാനായിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് പോലെ. ഇങ്ങനെ ഇവിടെ നോക്കിയാലും നമുക്ക് അടിപൊളിയായിട്ട് കാണാം. തീര നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ അത്രയും വിൻഡിയല്ല കേട്ടോ ഒന്ന്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. തണവും കുറച്ച് കുറവുണ്ട്, എന്നാലും തണവുണ്ട്. അതുപോലെ അവിടെ ഒരു വാച്ച് ടവർ എന്തോ ഉണ്ട്, നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം. ക്ലിഫ്സ് ഓഫ് മോഹറിൻ്റെ നേരെ ഇവിടെ ഈ കാണുന്നതാണ് ഒബ്രിയൻസ് ടവർ.
അതൊരു വാച്ച് ടവറും കണ്ട. അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ അറിയില്ല. നല്ല വ്യൂ ആയിരിക്കും മിക്കവാറും മുകളിൽ പോയി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ. നമുക്ക് ഒന്ന് ചുറ്റിയടിച്ച് കാണാം. ഇവിടെ ഫോട്ടോ എടുക്കൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആർൺ ഐലൻഡ് കാണാമെന്ന് പറഞ്ഞില്ലേ. ക്ലൗഡ്സ് ഉള്ളതുകൊണ്ട് കാര്യമായിട്ട് കാണില്ല, എന്നാലും എന്തേ അവിടെ കാണുന്നതാണ് ആർൺ ഐലൻഡ്. നമ്മൾ ഇന്നലെ പോയിട്ടുണ്ട്, ഇന്നലെ ഫെറി എടുത്ത് പോയില്ലോ, ആ ഐലൻഡാണ് അവിടെ കാണുന്നത്. അതുപോലെ കുറച്ചുകൂടി നല്ല ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഗോൾവേ ബേ ഒക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാണ്. കടലും സ്കൈയും ഒക്കെ ഏകദേശം ഒരേ കളറിൽ ഇങ്ങനെ കിടക്കുന്നു. ഇവിടെ ബഗ്ഗിയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ 8 മണി തുടങ്ങിയുള്ള സമയത്തായിരിക്കും മിക്കവാറും കിട്ടുക. അതിനുള്ള വെയിറ്റിംഗ് ഏരിയ ആണിത്. ഫോട്ടോ എടുക്കണം, ഞാൻ ഫോട്ടോ എടുക്കട്ടെ. ഫൈനലി സൂര്യൻ പുറത്തു വന്നു ഗൈസ്. ക്ലൗഡ്സിനെ ഭേദിച്ച് സൂര്യൻ പുറത്തു വന്നു. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. ഇളം വെയിലും അതുപോലെ നേരെ ബാക്കിലെ ക്ലിഫും. എന്താ അവിടെ ഭയങ്കര ഫോട്ടോ എടുക്കല. ഞാനും പോയി ഫോട്ടോ എടുക്കട്ടെ. കൊച്ചിനെ ക്യാമറ കിട്ടാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ കണ്ട. നമ്മൾ ഫോട്ടോ എടുത്തത് സൂര്യൻ തിരിച്ച് ക്ലൗഡ്സിൻ്റെ ഉള്ളിൽ പോയി. സൂര്യൻ ബാക്കി വെച്ച് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടാ. ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം. പക്ഷെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞില്ലേ, ആദ്യം ഫോട്ടോ എടുക്കല. നമ്മൾ 8 മണിക്ക് വിസിറ്റർ സെൻറ്റർ തുറക്കും. നമ്മൾ അതിന് മുന്നേ തിരിച്ചു പോകും. കാരണം B&B പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം തിരിച്ച് വേഗം പോകണം. നമുക്ക് സമയം കുറവാണല്ലോ. നമ്മളങ്ങനെ പെട്ടെന്ന് ചറവറ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പെട്ടെന്ന് പോകാൻ പറഞ്ഞു. അവർ വന്ന് പറഞ്ഞു കാർ ഇവിടെ നിന്ന് മാറ്റണം, കാരണം ഗേറ്റ് തുറക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകാമെന്ന് ചോദിച്ചു. കുറേ ഫോട്ടോസ് എടുത്ത്. ഫോട്ടോസൊക്കെ നമ്മൾ ഇൻസ്റ്റയിലുണ്ടാവും. എല്ലാവരും നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് വന്നത്. തിരിച്ച് വണ്ടി കയറി പോകാൻ നോക്കട്ടെ. നമ്മൾ പോണ വഴിക്കാണ് പല കളറിലുള്ള ബിൽഡിങ്സ് കാണാൻ വേണ്ടി. നമുക്ക് ശരിക്കും നേരെയായിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷെ ഇത് കാണാൻ വേണ്ടി മാത്രം നമ്മൾ ഇതിൽ തിരിച്ചു വന്ന് ഇവിടെ നിർത്തി പിന്നെയും തിരിച്ചു പോകുന്നു ഗൈസ്. അതാണ് ഞങ്ങളുടെ ഡെഡിക്കേഷൻ. നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ ബാക്കി കാണുന്നത്. ഇവിടെ കുറേ ജീവികളുണ്ട് കേട്ടോ. അത് കോഴികളായിട്ടും എന്തൊക്കെയാ സാധനം കൊത്താൻ പറ്റുന്നതാണ്. ഇത് വൈൽഡൊക്കെ, ഇത് പറക്കുന്ന ഇതാണ്. അതുപോലെ മയിലൊക്കെ ഉണ്ട്, കൊള്ളാം. അതുപോലെ മുയലുണ്ടായിരുന്നു. അവിടെ മുയലുണ്ട്, കുറേ ജീവികളുണ്ട്. ഇതെല്ലാം ഈ ചേട്ടൻ്റെയാണ് ഈ വീട്. നല്ല സ്റ്റേ ആയിരുന്നു ഇവിടെ. ഇവിടുന്ന് ജസ്റ്റ് 10 മിനിറ്റേ ഉള്ളൂ ക്ലിഫ്സ് ഓഫ് മോഹറിലേക്ക്. നമ്മൾ രാവിലെ ഇവിടെ നിന്ന് പോയി 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി. ക്ലിഫ്സ് ഓഫ് മോഹർ കണ്ട് തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി പെട്ടെന്ന് ഇറങ്ങണം നമുക്ക്. കാരണം ഡബ്ലിനിൽ ചെന്നിട്ട് വേണമല്ലോ ഷിപ്പ് എടുത്ത് UK പോകാൻ. അപ്പം അധികം വൈകാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങും. അത് മാത്രമല്ല കേട്ടോ, കുഞ്ഞൊരു പൂച്ചക്കുട്ടിയുണ്ട്. കുഞ്ഞൊരു പൂച്ചക്കുട്ടി. She will grab. ഇവിടെ ചെമ്പരിയാടും ഉണ്ട്. ചെമ്പരിയാടല്ലേ ഇത്? പാല് കൊടുക്കുന്നുണ്ടോ? ഇവിടെ അങ്ങനെ അധികം വീടുകളൊന്നുമില്ല, കുറവാ വീടുകൾ. ഇങ്ങനെ 1-2 ഇടവിട്ടുള്ളൂ. പിന്നെ മിക്കതും B&B ഇവിടെ. അപ്പോൾ പുള്ളി പറഞ്ഞു B&B മാത്രമല്ല, B മാത്രം ഉള്ളതുകൊണ്ട്, അതായത് ബെഡ് മാത്രം പ്രൊവൈഡ് ചെയ്യണുള്ളൂ. കുറേ പേര് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് ഇങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണുള്ളൂ എന്ന് പറഞ്ഞത്. അടിപൊളി സ്ഥലം എന്തായാലും. നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പേര് എന്തുവാ, ഡൂഡിൻ സൺസെറ്റ് എന്നാ പേര്. നമ്മൾ booking.com തന്നെ ബുക്ക് ചെയ്തത്. അപ്പോൾ വേണമെങ്കിൽ സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് 7 പേർക്ക് കൂടി €450 ആണ് വന്നത്. അടിപൊളി സ്റ്റേ ആയിരുന്നു എന്തായാലും. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. നമ്മളങ്ങനെ താമസിച്ച വീടിനോട് ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. കുറച്ച് നേരത്തെ ഇറങ്ങിയായിരുന്നു, പക്ഷേ റീലെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇവിടെ നിന്ന് ഭയങ്കര റീലെടുക്കലായിരുന്നു. നമ്മളെടുത്ത റീൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ടാവും. അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഞാൻ നോക്കട്ടെ ഇടാൻ പറ്റുമെന്ന്. അതും അധികം കിടപ്പുണ്ടാവും. ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങി 4.5 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് ഡബ്ലിനിലോട്ട്. ഇത് ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് നിർത്തി പോകാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓരോ സ്ഥലത്ത് നിർത്തി നമ്മളിങ്ങനെ പോകും. നമ്മളെ ഏകദേശം 10:45 കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു സർവീസസിൽ കൊണ്ടുവന്ന് നിർത്തിയ വണ്ടി. കാരണം ഇപ്പോൾ ഓൾറെഡി 1 മണിയായി. ഇത്രയും സമയം നമ്മൾ ട്രാവൽ ചെയ്തതല്ലേ, അതുകൊണ്ടൊന്ന്
വണ്ടിക്ക് ഇന്ധനം അടിക്കാനും നമുക്ക് ഇന്ധനം അടിക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ വണ്ടി ചാർജ് ചെയ്യാൻ വേണമല്ലോ, മറ്റേ വണ്ടി ഇലക്ട്രിക്കാണ്. അപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി നിർത്തി. ഇനിയൊരു 150-170 കിലോമീറ്ററും കൂടി ഉണ്ട് നമ്മുടെ വീട്ടിലോട്ട് ഡബ്ലിനിൽ. അപ്പോൾ ഇവിടെ വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു. നമുക്ക് കയറി നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന്. സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഉണ്ടാവും. അതായത് പെട്രോൾ പമ്പ് ഉണ്ടാവും, ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാവും, അതുപോലെ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള കടകൾ, അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് സെൻറ്റർ പോലത്തെ ഒരു സ്ഥലം. ഇത് സ്പാറും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ സ്ഥലം. ഇതെല്ലായിടത്തും ഇവിടെ മോട്ടോർവേയുടെ അടുത്ത് എല്ലായിടത്തും ഇങ്ങനെ സർവീസസ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ടാവും. ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ സർവീസസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മോട്ടോർവേ കൂടെ എല്ലാവരും ലോങ് ട്രിപ്പ് പോകുന്നതായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പെട്രോൾ അടിക്കണമെങ്കിൽ അങ്ങനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണിത്. കണ്ടോ, നല്ല തിരക്കുണ്ട്. നമുക്ക് പാർക്കിംഗ് കിട്ടാനും കുറച്ച് പാടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. നമ്മൾ ഹോട്ട് ചിക്കൻ ഫില്ലറ്റ് എടുത്തു, പക്ഷെ കൊച്ചു ഭയങ്കര കരച്ചിലാണ് ഗൈസ്. ഇത് കഴിച്ച് തീർത്തിട്ട് വരാം. നമ്മൾ സർവീസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിൽ പോകത്തുള്ളൂ. ഇവിടെ നിന്ന് വണ്ടിയും നമ്മളും ഫുള്ളാക്കി. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകും. വീട്ടിൽ പോകണ വഴിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ കാണിക്കാനോ ഒന്നുമില്ല. വീട്ടിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് റെഡിയായി. ഇപ്പോൾ തന്നെ ഓൾറെഡി 2 മണിയായി. നമ്മുടെ ഷിപ്പ് വരുന്നത് 8:30-ക്കാണ്. അപ്പോൾ ഒരു 7:30 ഒക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തണമല്ലോ. അപ്പോൾ ഇനി വീട്ടിൽ നേരെ പോയി കുളിച്ച് ഒന്ന് ഫ്രഷായി, ജസ്റ്റ് പെട്ടി പാക്ക് ചെയ്തിട്ടില്ല, ഒന്ന് പാക്ക് ചെയ്ത് പോകാനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇത് 3 അടുപ്പിച്ചുള്ള വ്ളോഗായിരുന്നു. അതായത് ഈ ക്ലിഫ്സ് ഓഫ് മോഹറും അതിന് മുന്നേ നമ്മൾ ഫെറി പോയതും അതിന് മുന്നത്തെയും 3 അടുപ്പിച്ചുള്ളതായിരുന്നു. അപ്പോൾ 3 ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്നത് ഫെറിയുടെ വീഡിയോ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.